തിരുവനന്തപുരത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിനെതിരെ എൽ.ഡി.എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ രേഖപ്പെടുത്തിയെന്ന് കാട്ടിയാണ് പരാതി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പൂർണ്ണമായ വിവരങ്ങൾ രേഖപ്പെടുത്താത്തത് ഗുരുതരമായ കുറ്റമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എൽ.ഡി.എഫ് രാജീവ് ചന്ദ്രശേഖറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയത്. സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ പ്രധാന കമ്പനിയായ ജൂപ്പിറ്ററിന്റെ ആസ്തി വിവരം മറച്ചുവെച്ചുവെന്ന് പരാതിയിൽ പറയുന്നു. ഇതിൽ മാതൃകാപരമായ നടപടി കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടാണ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കമ്മിറ്റി ചെയർമാൻ എം വിജയകുമാറും ജനറൽ കൺവീനർ മാങ്കോട് രാധാകൃഷ്ണനും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. 2021-22 വർഷം 680 രൂപ മാത്രമാണ് ആദായ നികുതി പരിധിയിൽ വരുന്നതായി സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ സമർപ്പിച്ചിട്ടുള്ളത്. 28 കോടി രൂപ മാത്രമാണ് ആസ്തിയായി സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2023 5,59,000 രൂപ മാത്രമാണ് വരുമാനമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ ഉള്ളത്. ജൂപ്പിറ്റർ ഉൾപ്പെടെയുള്ള പ്രധാന കമ്പനികളുടെ കണക്കുകൾ ഒന്നും സത്യവാങ്മൂലത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ബംഗളൂരുവിലെ വസതിയുടെ ഉടമസ്ഥാവകാശവും രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. രാജീവ് ചന്ദ്രശേഖർ പൂർണ്ണമായ വിവരങ്ങൾ നൽകിയില്ല എന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ സുപ്രീംകോടതി അഭിഭാഷക ആവണി ബൻസാലും UDF-ഉം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകിയിരുന്നു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.